മലയാളികൾക്ക് പരിചിതമായ ശബ്ദമാണ് മധു ബാലകൃഷ്ണന്റേത്. 2000കളുടെ തുടക്കം മുതൽ തന്നെ മലയാള സിനിമയിൽ സജീവമായി കേൾക്കുന്ന ശബ്ദമാണ് അദ്ദേഹത്തിന്റേത്. സംഗീത ലോകത്ത് ശബ്ദം കൊണ്ട് വിസ്മയം കാണിക്കാൻ സാധിക്കുന്ന അപൂർവം ചില ഗായകരിൽ ഒരാൾ കൂടിയാണ് മധു ബാലകൃഷ്ണൻ. നിരവധി പാട്ടുകൾ പാടി വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും അർഹിച്ച അംഗീകാരം മധു ബാലകൃഷ്ണന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അതേസമയം വളരെ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്ന താരം കൂടിയാണ് മധു ബാലകൃഷ്ണൻ. ഏറ്റവും ഒടുവിൽ ഹിന്ദി ചിത്രം അനിമൽ എന്ന സിനിമയിലെ പാട്ട് മലയാളത്തിൽ പാടിയത് മധു ബാലകൃഷ്ണനായിരുന്നു. അതേസമയം തന്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെപ്പറ്റി താരം സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. സംഗീത മേഖലയിൽ നിന്നും ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മധു ബാലകൃഷ്ണന്റെ മറുപടി ഇങ്ങനെയാണ്: അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തനിക്കും അറിയില്ല എന്നും പരോക്ഷത്തിൽ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും എന്നാൽ തനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുമാണ് മധു ബാലകൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാടാൻ വിളിച്ചിട്ടും പിന്നീട് പല പാട്ടുകളും നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അത് ഏതൊക്കെ പാട്ടുകളാണെന്ന് പറയാൻ തനിക്ക് സാധിക്കില്ല എന്നും ഗായകൻ വ്യക്തമാക്കി. ഒരിക്കൽ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എടുത്തു നിന്നപ്പോഴാണ് അറിയുന്നത് ആ അവസരം പോയെന്ന്. അങ്ങനെ തിരിച്ചു വരേണ്ടി വന്ന ആൾ കൂടിയാണ് താനെന്നും മധു ബാലകൃഷ്ണൻ പറഞ്ഞു. അതേസമയം താൻ സിനിമയിൽ ആദ്യമായി ട്രാക്ക് പാടിയതിനെ കുറിച്ചും പാട്ട് പാടിയിട്ട് പ്രതിഫലം കിട്ടാത്തതിനെ പറ്റിയുമൊക്കെ മധു ബാലകൃഷ്ണൻ ഈ അഭിമുഖത്തിൽ തുറന്ന് സംസാരിക്കുന്നുണ്ട്. പാടിയ പാട്ടിന് പ്രതിഫലം കിട്ടാതിരുന്ന സംഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ടെന്നും ചിലർ അവരുടെ അവസ്ഥകൾ പറയുമ്പോൾ പൈസ വാങ്ങാതെ പാടി കൊടുത്തിട്ടുമുണ്ടെന്നും ഇന്ത്യക്ക് പുറത്തുള്ള ചില പരിപാടികൾക്ക് പങ്കെടുത്തതിന്റെ അടക്കം പൈസ തനിക്ക് കിട്ടാതിരുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടെന്നും എന്നു കരുതി ദേഷ്യം വരുന്ന ആളല്ല താനെന്നുമാണ് മധു ബാലകൃഷ്ണൻ പറയുന്നത്. പക്ഷെ ദേഷ്യം വന്നാൽ നല്ലതുപോലെ വരികയും കുറച്ചു സമയം കൊണ്ടത് മാറുകയും ചെയ്യുന്ന പ്രകൃതമാണെന്ന് തനിക്കെന്നും മധു ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ജീവിതത്തിൽ നല്ല പണികൾ കിട്ടിയിട്ടുണ്ടെന്നും ഗായകൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ മദ്രാസിലെ വീട് തിരികെ കിട്ടിയോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതിനെപ്പറ്റിയും മധു ബാലകൃഷ്ണൻ മറുപടി പറയുന്നുണ്ട്. മദ്രാസിലുണ്ടായിരുന്ന വീട് സൗഹൃദം സ്ഥാപിച്ച് കൂടെ കൂടിയ വ്യക്തി അടിച്ചുമാറ്റിയതിനെ പറ്റി മധു ബാലകൃഷ്ണൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ആ വീട് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് നടൻ കരുണാസ് വാങ്ങിയെന്നും ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴും തന്റെ അടുത്ത് തന്നെയാണെന്നും എന്നാൽ മാസത്തിലെ അടവൊക്കെ അടയ്ക്കുന്നത് കരുണാസ് ആണെന്നും മധു ബാലകൃഷ്ണൻ തുറന്നു പറയുന്നു. അദ്ദേഹം വാങ്ങിക്കാമെന്ന് ഏറ്റതുകൊണ്ടാണ് ഗുണ്ടകളിൽ നിന്നും ആ വീട് തിരിച്ചു കിട്ടിയതെന്നും മധു പറയുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയിൽ ഇതുവരെയും തനിക്ക് പോകാൻ സാധിച്ചിട്ടില്ലെന്നും അതും തനിക്ക് കിട്ടിയ പണികളിൽ ഒന്നാണെന്നും താരം കൂട്ടിച്ചേർത്തു. താൻ വിശ്വസിച്ചവർ തനിക്ക് തന്ന പണിയാണതെന്നും ഇഷ്ടം പോലെ പരിപാടികൾക്ക് തന്നെ അങ്ങോട്ട് വിളിക്കാറുണ്ട്, പക്ഷേ വിസയ്ക്ക് ശ്രമിച്ചാൽ കിട്ടില്ല. താൻ വിശ്വസിച്ച് കൂടി നിർത്തിയ ഒരാൾ തനിക്ക് തന്ന നല്ല പണിയാണതെന്നും ഒരുതരം മനുഷ്യക്കടത്തായിരുന്നു അതെന്നും അമേരിക്ക ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ടെന്നും ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പണികൾ ഇത് രണ്ടുമാണെന്നാണ് മധു ബാലകൃഷ്ണൻ അഭിമുഖത്തിൽ പറയുന്നത്. അതേസമയം വോയിസ് മാനേജ് ചെയ്യാനായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്ന ആളല്ല താനെന്നും ഗായകൻ മധു ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഐസ്ക്രീമിന്റെ വിവിധ ഫ്ലേവറുകൾ താൻ ആസ്വദിക്കുന്ന ആളാണെന്നും താരം പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.